ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ട തുടരുന്നു. അയൽരാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ചോര വീഴുമ്പോൾ ഇന്ത്യ ഇനി നോക്കി നിൽക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പുമായി ന്യൂഡൽഹി. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. നയതന്ത്ര മര്യാദകൾക്കും അപ്പുറം ബന്ധം വഷളാകുന്നുവെന്ന കൃത്യമായ സൂചനയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. ഡിസംബർ 18 ബംഗ്ലാദേശിലെ മൈമൻസിംഗിൽ നടന്ന ആ ദാരുണമായ സംഭവമാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. 27 വയസ്സുകാരനായ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച് ഒരു കൂട്ടം തീവ്രവാദികൾ ക്രൂരമായി തല്ലിക്കൊന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ബംഗ്ലാദേശ് പോലീസിന് അന്വേഷണം നടത്തേണ്ടി വന്നപ്പോൾ തെളിഞ്ഞത് ദീപു മതനിന്ദ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ദീപുവിനോട് ഉണ്ടായിരുന്ന പ്രൊഫഷണൽ ജലസി തീർക്കാൻ അവർ ഉപയോഗിച്ച ഒരു വ്യാജ പ്രചരണം മാത്രമായിരുന്നു ഈ മതനിന്ദ എന്നതാണ്. ഈ കൊലപാതകത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തിയ ഇന്ത്യ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബംഗ്ലാദേശ് പരാജയപ്പെട്ടുവെന്ന് നേരിട്ടറിയിച്ചു. വെറുമൊരു കൊലപാതകമല്ല, മറിച്ച് അവിടെ വളരുന്ന ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ വികാരത്തിന്റെ ആഴമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കർശന നടപടി വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനു പിന്നാലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റതോടെ രാജ്യത്ത് ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. തീവ്രവാദി ഗ്രൂപ്പുകൾ അഴിഞ്ഞാടുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ്. ഇതിന്റെ അലയൊലികൾ ഇന്ത്യയിലുടനീളം പ്രതിഷേധമായി മാറിക്കഴിഞ്ഞു. കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ വലിയ പ്രകടനങ്ങൾ നടന്നു. കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന് മുന്നിൽ നടന്ന പ്രതിഷേധം സംഘർഷഭരിതമായിരുന്നു. സിലിഗുരിയിലെ ബംഗ്ലാദേശ് വിസ സെന്ററിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. നിലവിലെ യൂനസ് സർക്കാർ കൊലപാതകത്തെ അപലപിച്ച് ദീപുവിന്റെ കുടുംബത്തെ സന്ദർശിച്ചെങ്കിലും അത് കേവലം കണ്ണുകെട്ടൽ മാത്രമാണെന്ന വിമർശനം ശക്തമാണ്. കാരണം ഇന്ത്യയിലെ ബംഗ്ലാദേശ് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിലെ പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ വിളിച്ചു വരുത്താനാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം മുതിർന്നത്. സ്വന്തം നാട്ടിലെ ഹിന്ദു വേട്ട തടയുന്നതിന് പകരം ഇന്ത്യയിലെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ പഴിചാരുകയാണ് ധാക്ക ചെയ്യുന്നത്. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഭീഷണികളും നയതന്ത്ര ബന്ധത്തെ കൂടുതൽ വഷളാക്കുന്നു. ബംഗ്ലാദേശിലെ തീവ്രവാദ ശക്തികൾക്ക് യുഎസ് സർക്കാർ മൗനാനുവാദം നൽകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാ ദിക്കുകളിലും ഉയരുന്നത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് നരേന്ദ്രമോദി സർക്കാർ. അയൽരാജ്യത്തെ സ്ഥിതിഗതികൾ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് സ്വീകരിക്കുന്ന നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ചോരയൊഴുക്കി സമാധാനം സ്ഥാപിക്കാമെന്ന തീവ്രവാദികളുടെ വ്യാമോഹത്തിന് ഇന്ത്യ കൃത്യമായ മറുപടി നൽകുമെന്ന് തന്നെയാണ് നയതന്ത്ര നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.